ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുത്തമിഴിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാണ്, അതായത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് കാണാൻ പറ്റും. അതായത് നമുക്ക് നല്ല 4K ക്വാളിറ്റി വീഡിയോസ് പോലത്തെ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കളറും ഷാർപ്നെസ്സും ഒക്കെ ഉള്ള വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ നോർമൽ വീഡിയോ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. നമ്മുടെ CapCut എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ ചെയ്താൽ നമുക്ക് നോർമൽ വീഡിയോനെ മാറ്റി നല്ല ക്വാളിറ്റിയുള്ള 4K വീഡിയോ പോലെ ആക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയിൽ ചേർക്കുന്ന ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുക. അങ്ങനെ വീഡിയോയിൽ പോവുക. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് CapCut എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാവരും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ CapCut. അപ്പോൾ നമ്മുടെ CapCut വർക്കാണെങ്കിൽ നമുക്കൊരു VPN വേണം. അപ്പോൾ നമുക്കൊരു VPN ആപ്ലിക്കേഷൻ വേറെ ഡൗൺലോഡ് ചെയ്താൽ മാത്രം നമുക്ക് നമ്മുടെ CapCut യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു VPN ഏതെങ്കിലും ജസ്റ്റ് ഒരു VPN ഓൺ ചെയ്തിട്ട് കണക്ട് ചെയ്തിടുക. അതിനുശേഷം നമ്മുടെ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിടുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പ്രേമലുവിൻ്റെ ചെറിയൊരു സ്റ്റാറ്റസ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിനി 4K ക്വാളിറ്റി ആക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് ഇതൊരു നോർമൽ ക്വാളിറ്റി വീഡിയോ ആണ്. അപ്പോൾ ഇതിനി നമ്മൾ 4K ക്വാളിറ്റി ആക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ അടിയിൽ ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണാം. അതിൽ ഗ്രാഫ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് എടുക്കുമ്പോൾ 4 കളറുകൾ ഓപ്ഷനുകൾ കാണാം. അപ്പം വൈറ്റ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ അതിൽ എല്ലാത്തിൻ്റെയും ഗ്രാഫ് നിങ്ങൾ ഓപ്പോസിറ്റ് ആക്കിയിടുക. അതായത് ഇപ്പോൾ അടിയിലുള്ള ഭാഗം ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിടുക. അതേപോലെ തന്നെ മുകളിലുള്ള ഭാഗം അടിയിലേക്ക് ഇതുപോലെ കൊണ്ടുപോയിടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാത്തിൻ്റെയും ഗ്രാഫ് നിങ്ങൾ മാറ്റുക. അതായത് റെഡ് ആയാലും ബ്ലൂ ആയാലും ജസ്റ്റ് ഈ ഭാഗം മുകളിലേക്ക് കൊണ്ടുപോയിടുക, ഈ ഒരു ഭാഗം അടിയിലേക്ക് കൊണ്ടുപോയിടുക. പിന്നെ അതേപോലെ തന്നെ ഗ്രീനും ഈ ഒരു ഭാഗം മുകളിലേക്ക് കൊണ്ടുപോയിടുക. പിന്നെ അടിഭാഗം ഈ ഏറ്റവും കോർണർ ഭാഗമായിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ 4 കളറും ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം 4ഉം ഒരേപോലത്തെ ഗ്രാഫ് ആക്കിയിട്ട്. അതിനുശേഷം ജസ്റ്റ് ബാക്ക് എടുക്കുക. അതിനുശേഷം ഇവിടെ അടിയിൽ ടിക്ക് കാണാം, അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസിൽ എഫക്ട്സ് കാണാം. ഈ എഫക്ട്സ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ വീഡിയോ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു എഫക്റ്റ് എടുക്കുക. അതിൽ തന്നെ കുറേ ഓപ്ഷനുകളുണ്ട്. അതിൽ ലെൻസ് എടുക്കുക. ലെൻസ് എന്ന് എടുക്കുമ്പോൾ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് കാണാം. അതായത് ഇങ്ങനെ കുറച്ച് അടിയിലേക്ക് നിങ്ങൾ നീക്കി നോക്കി ഇവിടെ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് കാണാം. അപ്പോൾ ഈ ജസ്റ്റ് ബ്ലർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ ഈ ബ്ലർ ഫുൾ വീഡിയോയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിലായിട്ട് ഇതുപോലെ വാട്ടർ മാർക്ക് ഉണ്ടാവും, അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ അമർത്തുക. നമ്മൾ 1080p ഫുൾ HD ആയിട്ട് തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ബാക്കിയുള്ളത് ചെയ്യാൻ. അപ്പോൾ ആ ഒരു വീഡിയോ എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം യൂസ് ചെയ്ത വീഡിയോ ഒന്നും കൂടി എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത വീഡിയോ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ അടിയിൽ ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഓവർലേ എടുക്കുമ്പോൾ ആഡ് ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ ആഡ് ഓവർലേ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ, അതായത് നമ്മൾ ഇപ്പം എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ജസ്റ്റ് ഇതിലൊന്ന് ഓവർലേ ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ. അപ്പോൾ അത് നമ്മൾ ഓവർലേ ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ അവസാനം നമ്മുടെ ഇതിൻ്റെ വാട്ടർ മാർക്ക് ഉണ്ടാവും, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് ശേഷം ഇവിടെ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അടിയിൽ സ്പ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഇതിൽ ബ്ലെൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബേൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ബേണിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറച്ച് ചെയ്തിടുക. അതൊരു 60-61 മതിയാവും. ഒന്നും കൂടി ആഡ് ഓവർലേ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിന് ശേഷം നമുക്കൊരു വൈറ്റ് ഇമേജ് ആഡ് ചെയ്ത് വയ്ക്കുക. അതായത് സാധാരണ ഒരു വൈറ്റ് ഇമേജ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് ഇമേജ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വൈറ്റ് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പോലെ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോ എവിടം വരെ അവിടം വരെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ പോലെ തന്നെ സ്പ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് കുറച്ചൊരു 35-40 ആ റേഞ്ചിലാക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മുടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രൈറ്റ്നസ്സും ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇതിൽ നിങ്ങൾക്ക് എത്ര ബ്രൈറ്റ്നസ്സും സാച്ചുറേഷനൊക്കെ വേണ്ടത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ നേരത്തെ വീഡിയോയിലും മാറി ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ടൊരു 4K ക്വാളിറ്റി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരു അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.